മാളപ്പൊയ്യയിൽ CFI കോളേജ് ഓഫ് ലോ പുതിയ ലോ കോളേജിന് അനുമതി ലഭിച്ചതായി മാനേജർ PJ മാത്യു, പ്രിൻസിപ്പൽ ഡോക്ടർ VS സെബാസ്റ്റ്യൻ എന്നിവർ പത്രസമ്മേളനത്തിൽ അറിയിച്ചു. കേരള സർക്കാരിന്റെയും ഇന്ത്യൻ ബാർ കൗൺസിലിന്റെയും അംഗീകാരം ലഭിച്ച സ്ഥാപനത്തിന് കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയുടെ അഫിലിയേഷനും ലഭിച്ചതോടെ വിദ്യാർത്ഥികൾക്കുള്ള പ്രവേശന നടപടികളിലേക്ക് കടക്കുകയാണ്. BBA, LLB, BCom, LLB എന്നീ 2 പഞ്ചവത്സര കോഴ്സുകളായി 60 വീതം വിദ്യാർത്ഥികളാണ് ആദ്യ വർഷം അഡ്മിഷൻ നൽകുക. പൊയ്യയിലെ ഈ ലോ കോളേജ് പാവപ്പെട്ട വിദ്യാർത്ഥികൾക്ക് ലോകോത്തര നിലവാരത്തോടെ പഠിക്കുന്നതിനുള്ള മാതൃകാ സ്ഥാപനം ആയിരിക്കുമെന്ന് മാനേജർ PJ മാത്യു പറഞ്ഞു. 150 പിള്ളേർക്ക് അറ്റേ സമയം ഇരുന്ന് ഫിലിം കാണാനുള്ള സൗകര്യമുണ്ട്. അതുപോലെ തന്നെ ലോകോത്തര നിലവാരമുള്ള ഓഡിറ്റോറിയം ഉണ്ട്, ജിമ്മുണ്ട്, എല്ലാവിധ സംവിധാനങ്ങളും ഉണ്ടായിരിക്കും അതിനകത്ത്. അപ്പോൾ ഈ മുടക്കിയിരിക്കുന്ന ക്യാഷിന് ഒരു റിട്ടേൺ പ്രതീക്ഷിച്ചൊന്നും അല്ല CFI ചാരിറ്റബിൾ ട്രസ്റ്റ് ഇവിടെ തുടങ്ങിയിരിക്കുന്നത്. ഇപ്പം തന്നെ കോളേജിലോട്ട് വരുന്ന ഒരു റോഡുണ്ട്. ആ റോഡ് തോടിൻ്റെ ഇറമ്പികളുണ്ട് റോഡാണ്. ഇപ്പോൾ കോളേജിൻ്റെ വർക്ക് നടക്കണമെന്നുണ്ടെങ്കിൽ സ്വാഭാവികമായിട്ടും നല്ല റോഡ് വേണം. അന്നേരം പഞ്ചായത്ത് ആ റോഡിൻ്റെ അവിടെ 10 ടണ്ണിൽ കൂടുതലുണ്ട്, വണ്ടിയൊന്നും പോകലെന്ന് പറഞ്ഞ് ബ്ലോക്ക് ചെയ്തിരിക്കുകയാണ്. മാനേജ്മെന്റ് കോട്ടയിൽ അഡ്മിഷൻ ലഭിക്കുവാൻ ആഗ്രഹിക്കുന്ന വിദ്യാർത്ഥികൾക്ക് രജിസ്ട്രേഷൻ നടപടികൾ ആരംഭിച്ചു കഴിഞ്ഞതായും അധികൃതർ അറിയിച്ചു. നിങ്ങൾക്ക് അറിയാവുന്നതുപോലെ തന്നെ കോഴ്സ് ഓർഗനൈസ് ചെയ്യുന്നതിന് പരിമിതികളുണ്ട്. ഇതൊരു ഓട്ടോണമസ് യൂണിവേഴ്സിറ്റി ആകുന്നിടം വരെയും കോഴ്സുകളുടെ ഉള്ളടക്കം എന്ന് പറയുന്നത് നിയന്ത്രിക്കുന്നത് ബാർ കൗൺസിലും സർവകലാശാലകളുമാണ്. കേരളത്തിലെ സർവകലാശാലകളാണ് അത് നിയന്ത്രിക്കുന്നത്. നമ്മളെ സംബന്ധിച്ച് അത് കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയും അതുപോലെ തന്നെ ബാർ കൗൺസിൽ ഓഫ് ഇന്ത്യയുമാണ്. പരിമിതമായ ആ പരിധികൾക്കുള്ളിൽ നിന്നുകൊണ്ട് പുതിയ കോഴ്സുകൾ ഇൻട്രൊഡ്യൂസ് ചെയ്യാനാണ് ഞങ്ങൾ ശ്രമിക്കുന്നത്. ഉദാഹരണത്തിന് കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി ഇപ്പോൾ ഓഫർ ചെയ്യുന്ന 2 കോഴ്സുകൾ BBA LLB ഓണേഴ്സും BCom LLB ഓണേഴ്സുമാണ്. നമ്മളിപ്പോൾ ഈ വർഷം അത് ആരംഭിക്കുന്നത്. BA LLB ഓണേഴ്സ് കൂടിയാണ് കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിക്ക് 3 ഓണേഴ്സ് പ്രോഗ്രാമായിട്ട് ഉള്ളത്.